മകൻ്റെ മരണത്തിൽ ആദ്യം മുതലേ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞെന്ന് സിദ്ധാർത്ഥൻ്റെ പിതാവ് പറയുന്നു. ജയപ്രകാശ്, സിദ്ധാർത്ഥൻ്റെ മരണമാണ് ഹോസ്റ്റലിലെ മർദ്ദനമുറകൾ പുറം ലോകമറിയാൻ കാരണമായതെന്നും ജയപ്രകാശ് ഡിബോറിനോട് പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉന്നയിച്ചതുപോലെ തന്നെ സമാധാനമല്ലാത്തൊരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നേരത്തെ അച്ഛൻ ആദ്യമേ പറഞ്ഞിരുന്നത് തന്നെ ഈ ക്രൂരമായ ആക്രമണം, ആൾക്കൂട്ട വിചാരണയൊക്കെ നടന്നത് ഇതെല്ലാം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ഈ പറയാനുള്ളത്? നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ നല്ലവരായ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളിത് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞ് ആദ്യമേ നമുക്ക് റിപ്പോർട്ട് കിട്ടി. അത് നമ്മൾ മാധ്യമങ്ങളോടും എല്ലായിടത്തും പറഞ്ഞു. പക്ഷെ ആർക്കും വിശ്വാസമായില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴവരെ റിപ്പോർട്ട് വന്നപ്പോഴേ കറക്റ്റായി. നമ്മൾ ആരോപിച്ചതല്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാനെന്നാണ് നമ്മുടെ തീരുമാനം. അന്ന് സിദ്ധാർത്ഥിന് എന്ത് പറ്റിയെന്ന് സഹപാഠികളൊക്കെ ചോദിച്ചപ്പോൾ അവരൊന്നും ആദ്യം പറയാൻ തയ്യാറായിരുന്നില്ല. എല്ലാം പേടിച്ചായിരുന്നു എന്ന് പറയാതിരുന്നതല്ലേ? എല്ലാം പേടിച്ചാണ്. അവർ പേടിപ്പിച്ച് നിർത്തിയിരുന്നതാ. പേടിച്ചതല്ല, പേടിപ്പിച്ച് നിർത്തിയിരുന്നതാ. ആ SFIയുടെ ഗുണ്ടകളും കോളേജ് അധികൃതരും പേടിപ്പിച്ച് നിർത്തിയിരുന്നതാ. എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളൊന്നും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പേടിയാണ്, പേടിപ്പിച്ച് വിട്ടേക്കുകയാണ്, തലവരെ വെട്ടിക്കളയും കോളേജ് അധികൃതർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആരും പറയരുതേ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഉള്ള കാര്യം ഇതാ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ 100% ശരിയായിരുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരണം, മകന്റെ ഈ കൊലപാതകം വരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സമാന്തര കോടതി എന്നാണ് പലവരും ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ വിഷയങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നത് ഈ ഹോസ്റ്റൽ മുറിക്കകത്ത. അതെ, അതിനകത്താണ് തീർപ്പ് കൽപ്പിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. അവരോട് ചോദിക്കാൻ ആരുമില്ല. അവരോട് കൂട്ടു നിൽക്കാനായിട്ട് അവരുടെ കോളേജ് അധികൃതരുണ്ട്, ഡീനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വേറൊരു സംഘടനയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർക്ക് പേടിക്കേണ്ടി വരുമായിരിക്കും. അവിടെ ഒരു സംഘടന ഉണ്ടാവും, ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവും. അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തപ്പോൾ അവർ തന്നെയാണ് കോടതി, അവർ തന്നെ നിശ്ചയിക്കും. അവർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെയാണ് കോടതി, നമ്മൾ നിശ്ചയിക്കും. താല്പര്യമുള്ളവർ പഠിച്ചാൽ താല്പര്യമുള്ള നിന്നാൽ മതി എന്നുള്ള അഭിപ്രായങ്ങളാണ് അവിടെ എല്ലാവർക്കും ഉള്ളത്, എല്ലാ യൂണിയൻകാർക്കും ഉള്ളത്. എന്തായാലും ആ അച്ഛൻ്റെ വേദന ഒരിക്കലും ഒടുങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഈ സിദ്ധാർത്ഥന് നീതി കിട്ടണം. എന്താണ് സംഭവിച്ചതെന്ന് പുറംലോകം അറിയട്ടെ. നിഗാസ് സരിൻ പറയുന്നു, ഇതൊന്നും കാര്യമായ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല SKN. 2 ദിവസം ഇതിങ്ങനെ കാണും, പിന്നെ അതൊക്കെ മറക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടാണ് പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കേരളത്തിൽ.